നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് എ മാച്ച്! ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം, സൂപ്പർ ഫോറിൽ അവസാന മത്സരം. ഒരു പക്ഷെ ഫൈനൽ പോലെ തോന്നിയൊരു പോരാട്ടം. അങ്ങനെയുള്ള പോരാട്ട വീര്യമാണ് രണ്ട് ടീമും പുറത്തെടുത്തത്. ഫൈനൽ ഇത്രത്തോളം ആവേശം ഉണ്ടാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ട് ടീമും കട്ടക്ക് നിന്നെങ്കിലല്ലേ പോരാട്ടം ഉണ്ടാവുകയുള്ളൂ. വൺ സൈഡഡ് മാച്ചുകൾക്ക് എന്ത് പോരാട്ട വീര്യം, എന്ത് ആവേശം! പക്ഷെ കാത്തിരിക്കാം നാളത്തെ ഫൈനൽ പോരാട്ടത്തിനായിട്ട്. പാകിസ്ഥാനെ ടീം ഇന്ത്യയോട് മുട്ടി നിൽക്കാനുള്ള കെൽപ്പ് ഇപ്പോഴില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലത്തെ കളിയിലേക്ക് തന്നെ വരാം. ശ്രീലങ്ക വേഴ്സസ് ഇന്ത്യ പോരാട്ടം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡെഡ് റബ്ബറാണ്. ശ്രീലങ്കയ്ക്കും ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ ആ ഒരു അഭിമാനം കാക്കണം, അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇന്ത്യക്ക് അപരാജിത കുതിപ്പ് തുടരുകയും വേണം. അങ്ങനെ നടന്നൊരു കളിയാണ്. എന്തൊക്കെ ഡ്രാമകൾ നമ്മൾ കണ്ടു അവസാനം, അല്ലേ? അവസാനത്തെ 2 പന്തിൽ അവർക്ക് ജയിക്കാൻ വേണ്ടത് 7 റൺസാണ്. അതിലാണ് ഒരു 4 അടിക്കുന്നു. അടുത്ത പന്തിൽ 2 റൺസ് ഓടുന്നു. ശരിക്കും 3 ഓടാമായിരുന്നു. സ്ട്രൈക്കർ എൻഡിൽ ബാറ്റർ അവിടെ ഡൈവ് ചെയ്ത് വീണു. അപ്പുറത്ത് മിസ്ഫീൽഡ് ഉണ്ട് എന്നറിയാതെ, മിസ്ഫീൽഡ് ഉണ്ട്, ഡൈവ് ചെയ്ത് വീണില്ലായിരുന്നെങ്കിൽ 3 ഓടാമായിരുന്നു. നോൺ സ്ട്രൈക്കറുടെ ഭാഗത്ത് ബാറ്റർ അത് പറയുന്നുണ്ട്. ബാറ്റർമാർ തിരികെ കയറി വരുന്ന ഘട്ടത്തിൽ ശ്രീലങ്കൻ ഡ്രസ്സിംഗ് റൂം പറയുന്നത് അതാണ്. ജയസൂര്യ പോലും അത്തരത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ സൂപ്പർ ഓവറിൽ ആകെ 2 റൺസാണ് ശ്രീലങ്കയ്ക്ക് എടുക്കാൻ പറ്റിയത്. ഹർഷ്ദീപ് സിംഗിന്റെ മികവ്. അതിൽ പിന്നെ ആ റൺഔട്ടാണോ ക്യാച്ചാണോ സംശയം. അതുകൊണ്ടാണ് അവർക്ക് ഒരു ബോൾ കൂടി നിൽക്കാൻ പറ്റിയത്. അടുത്ത ബോൾ ഔട്ടായി. ആ റൂള്, അതായത് അത് ക്യാച്ചിനാണ് അമ്പയർ ഔട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബോൾ ഡെഡായിപ്പോയി. അതിനുശേഷമുള്ള സ്റ്റംപിങ് പരിഗണിക്കില്ല എന്നുള്ളത് ആ റൂള് പലതവണ ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഏതായാലും സംഗതി വല്ലാത്തൊരു ത്രില്ലും ആവേശവും നൽകിയ പോരാട്ടമാണ് നടന്നുപോയത്. ഇന്ത്യൻ താരങ്ങൾ അഭിഷേക് പതിവ് പോലെ പൊളിച്ചടുക്കിയ തുടക്കം. സൂര്യ ഈ പത്ര ഫോമിലല്ല, അദ്ദേഹം മോശമായിട്ട് തന്നെയാണ് ഇന്നലെയും കളിച്ചത്. എന്നാൽ ഓപ്പണർ അല്ലാതെ താഴെ ഇറങ്ങിയ സഞ്ജു സാംസൺ ഉത്തരവാദിത്വത്തോടു കൂടി കളിച്ചു. തിലക് വർമ്മ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കളിച്ചു. കൈയടിക്കേണ്ട കാര്യമാണ്. ബൗളിങ്ങിലോ ഹർഷ്ദീപ് സിംഗ് സൂപ്പർ സ്റ്റാർ. ഈ കളിയിലെ സൂപ്പർ സ്റ്റാർ. കളി തിരികെ കൊണ്ടുവന്നത് ഹർഷ്ദീപാണ്. അവസാന ഓവറുകളിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. കൂടാതെ സൂപ്പർ ഓവറിൽ മറ്റൊരു ചിന്തയില്ല, ഹർഷ്ദീപ് അല്ലാതെ മറ്റാരെറിയാൻ. ഇതൊക്കെ സൂര്യകുമാർ യാദവ് വിലയിരുത്തുന്നുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. കളി 202 റൺസിന് 5 വിക്കറ്റ്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തു. ശ്രീലങ്കയും 202 റൺസിന് 5 വിക്കറ്റ്. പിന്നെ 2 റൺസാണ് ശ്രീലങ്ക സൂപ്പർ ഓവറിലെടുത്ത്. ഇന്ത്യ ഫസ്റ്റ് ബോളിൽ തന്നെ അത് ചേസ് ചെയ്ത് എടുക്കുകയും ചെയ്തു. ഇനി നമ്മുടെ നായകന്റെ വിലയിരുത്തലാണ് ഇതുവരെ ഞാൻ ഷോർട്ടായി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. കളി കഴിഞ്ഞിട്ട് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സൂര്യകുമാർ യാദവ് പറയുന്നു, ഐ ഫെൽറ്റ് ലൈക്ക് എ ഫൈനൽ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. ഒരു ഫൈനൽ പോലെയാണ് എനിക്ക് തോന്നിയത് ഈ ഒരു പോരാട്ടം. ബോയ്സ് കൃത്യമായിട്ട് അവരുടെ ക്യാരക്ടർ കാണിച്ചു. ആ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ദി സെക്കൻഡ് ഇന്നിങ്സ്, അതിനുശേഷം അവർ കൃത്യമായിട്ട് അവരുടെ ക്യാരക്ടർ കാണിച്ചു. ഞാൻ അവരോട് പറഞ്ഞത് ഇതൊരു സെമി ഫൈനൽ പോലെ കളിക്കൂ എന്നാണ്. എല്ലാവരും അതനുസരിച്ചാണ് കളിച്ചത്. ഗുഡ് എനർജിയിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. സോ ഒടുവിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇപ്പം ഈ ഒരു കളിയിൽ സഞ്ജുവിനെ പോലുള്ള ഒരാൾ, തിലകിനെ പോലുള്ള ഒരാൾ, അവർ അഭിഷേക് നിർത്തിയെടുത്ത് ആ ടെമ്പോ അവർ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയി. സഞ്ജു ഇപ്പോൾ ഓപ്പണിംഗ് അല്ല ചെയ്തത്, ഗോയിങ് ഡൗൺ ദി ഓർഡർ. എന്നിട്ട് അദ്ദേഹം റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തിലക് ടേക്കിംഗ് കോൺഫിഡൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ദാറ്റ് വാസ് ഗുഡ് ടു സീ. അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. വളരെ ടീമിന് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഹർഷ്ദീപിൻ്റെ കാര്യത്തിൽ ഈ സിറ്റുവേഷനിൽ ഇതിനു മുമ്പും പലവട്ടം അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ആകെ പറഞ്ഞത്, നിന്റെ പ്ലാൻ എന്താണോ നീ അത് ബാക്ക് ചെയ്ത് കളിക്കുക, മറ്റൊന്നും നീ ചിന്തിക്കണ്ട. ഓൾറെഡി നമ്മൾ ഫൈനലിലാണ്. പക്ഷേ സ്വന്തം പ്ലാൻ ഉണ്ടാവുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവനോട് പറഞ്ഞു. സോ അവൻ ഇതുപോലെ അവൻ്റെ പ്ലാൻ ഇതിനു മുമ്പ് വളരെ മികച്ച രൂപത്തിൽ ഇന്ത്യക്ക് വേണ്ടിയും അവൻ്റെ IPL ഫ്രാഞ്ചൈസിന് വേണ്ടിയിട്ടും നടപ്പിലാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ കോൺഫിഡൻസ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ഹർഷ്ദീപ് അല്ലാതെ മറ്റൊരാൾ സൂപ്പർ ഓവറിൽ എനിക്ക് ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇനി നല്ലൊരു റിക്കവറി ഞങ്ങൾക്ക് നടത്തണം. ഫൈനലിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. കുറച്ച് താരങ്ങൾക്ക് ക്രാമ്പിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു റിക്കവറി നാളെ നടത്തുക, എന്നിട്ട് ഫൈനലിന് വേണ്ടി പ്രിപ്പയർ ആവുക. അതാണ് ഞാൻ ബോയ്സിനോട് പറയുന്നത്. അവരുടെ പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്യട്ടെ. ബി ക്ലിയർ ആൻഡ് നോട്ട് ഫിയർ. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഐ ആം ഷുവർ എവറി വൺ ഗോട്ട് വാട്ട് ദേ വാണ്ടഡ്.
ഹാപ്പി ടു ബി ഇൻ ദി ഫൈനൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.